സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജിലാൽ, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ബിജു വേളക്കുഴി, അദ്ദേഹം മട്ടന്നൂരിൽ സ്ഥാനാർത്ഥിയാണ്. സംസ്ഥാന സമിതി അംഗം സത്യപ്രകാശൻ മാസ്റ്റർ, സുരേന്ദ്രൻ മാസ്റ്റർ തുടങ്ങി സംഗീതാജി തുടങ്ങി വേദിയിലുള്ള പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികളായ പാർട്ടികളുടെ നേതാക്കൾ, സദസ്സിൽ ഉപകൃഷ്ണരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായ അമ്മമാർ, സഹോദരിമാർ, പ്രിയ സഹോദരങ്ങൾ, പാർട്ടിയുടെ കർമ്മധീരരായ കാര്യകർത്തൃ സഹോദരങ്ങൾ, ബഹുമാന്യരായ നാട്ടുകാർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷൻ നമ്മുടെ മുമ്പിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ ദൗത്യമെന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരരായ ബലിദാനികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ദേശീയ അധ്യക്ഷൻ നമുക്ക് വിജയാശംസകൾ അർപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അത് നെഞ്ചേറ്റി ഇനിയുള്ള നാളുകൾ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ദുരന്തപൂർണമായ ചിത്രം വരച്ചു വെച്ച രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി ദേശീയതയുടെ, ദേശീയ സംസ്കാരത്തിന്റെ, ദേശീയ ചരിത്രത്തിന്റെ പുനരാവിഷ്കാരം സാധ്യമാകുന്ന തരത്തിൽ നമ്മുടെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള കഠിനമായ പരിശ്രമത്തിൽ നാം എല്ലാവരും ഏർപ്പെടണം എന്നാണ് ആദ്യമായി പറയാനുള്ളത്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് നാം പറയുന്നത്? വികസിത ഭാരതം എന്ന രണ്ട് വാക്കുകൾ ദീർഘനാളുകളായി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ ലോകത്തിന് മുന്നിൽ, ഭാരതത്തിന് മുന്നിൽ നിരന്തരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വികസിത ഭാരതം? എങ്ങനെയാണ് വികസിത ഭാരതം സാധ്യമാകുന്നത്? എല്ലാ സംസ്ഥാനങ്ങളും വികസിതമാകണം. മോദിജി നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളും വികസിതമാകണം. ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പാർട്ടിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകന്മാർ, അമ്മമാർ, സഹോദരിമാർ, നമ്മുടെ നെഞ്ചേറ്റേണ്ടവർക്ക് വികസിത കൂത്തുപറമ്പ് എന്നുള്ളതാണ്. ദീർഘനാളുകളായി പരസ്പരമുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികളെ തറപറ്റിക്കാനുള്ള അത്രയും കരുത്ത് നാം ഈ കാലയളവിനുള്ളിൽ നേടിയെടുത്തു കഴിഞ്ഞു എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് ആയിരങ്ങൾ പങ്കെടുത്ത ഈ റോഡ് ഷോ എന്ന് നമ്മൾ തിരിച്ചറിയാം. വികസിത കേരളം സാധ്യമാകുന്നത് എങ്ങനെ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ, വോട്ടർമാർ ഒരുപക്ഷെ നമ്മളോട് ചോദിക്കും. എങ്ങനെയാണ് വികസിത കേരളം? എന്താണ് അതിനുള്ള മാതൃക? നമ്മുടെ മുമ്പിൽ മാതൃകയുണ്ട്. കഴിഞ്ഞ 11 വർഷമായി ഈ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമാധാനീയനായ നേതാവ് നരേന്ദ്ര ദാമോദർദാസ് മോദി, അദ്ദേഹം ഇന്ന് ഭാരതത്തിന്റെ മാത്രം നേതാവല്ല. ലോകത്തിലെ ഏത് രാജ്യത്ത് അദ്ദേഹം കടന്നു ചെന്നാലും ആ രാജ്യത്തെ പരമോന്നതമായ ബഹുമതി അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ഒരു ഭരണാധികാരിയെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന മനസ്താപം വെച്ചു പുലർത്തുന്നവരാണ് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ഭാരതത്തെ സർവോത്കൃഷ്ടമായി ഉയർത്തിക്കൊണ്ടുവരാം. നാം എല്ലാം വളരെ ചെറിയ പ്രായം മുതൽ നെഞ്ചത്ത് വലത് കരം ചേർത്ത് വെച്ചുകൊണ്ട് ചൊല്ലിശീലിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, നമസ്തേ സദാവത്സലേ മാതൃഭൂമേ എന്ന് തുടങ്ങി പരം വൈഭവം നേതുവേദച്ച രാഷ്ട്രം, എന്റെ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവം, ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ പടർന്നു പന്തലിച്ച ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ ഉജ്ജ്വലമായ വികാസമാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് എന്താണ് വികസിത ഭാരതം എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഇടയിലുണ്ട്. ഗുജറാത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധാരണക്കാരനായ പൗരന്റെ മകനായി പിറന്നു വീണ കൊച്ചുകുട്ടി, തീവണ്ടി ഓഫീസുകളിൽ ചായ വെച്ച് നടന്ന കുട്ടി, ഇന്ന് ഈ ഭാരതത്തിന്റെ അഭിമാന സ്തംഭമായി, ലോകരാജ്യങ്ങൾക്കിടയിൽ ദീപസ്തംഭമായി ജ്വലിക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, നാം
പരാജയപ്പെടുകയാണ്. കാലങ്ങളായിട്ട് അന്ധമായ രാഷ്ട്രീയ വിരോധം. ബിജെപി ജയിക്കാൻ പാടില്ല, ബിജെപിയെ പരാജയപ്പെടുത്തണം. എന്താണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വടക്കു ഭാഗത്ത് നാം കണ്ടത്? മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ, അദ്ദേഹത്തെ തോൽപ്പിക്കണം. ആർക്കാണ് തോൽപ്പിക്കേണ്ടത്? രണ്ട് മുന്നണികളിലും പെട്ടവർക്ക് ബിജെപി സ്ഥാനാർത്ഥി സുരേന്ദ്രനെ പരാജയപ്പെടുത്തണം. എങ്ങനെ പരാജയപ്പെടുത്തും? അതിനവർ പറയുന്നത് മഞ്ചേശ്വരത്തിലുള്ള മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും UDFന് വോട്ട് ചെയ്യും, അതല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യും. മുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ നമ്മെ കുറിച്ചുള്ള ഭയപ്പാട് ജനിപ്പിച്ചുകൊണ്ട് ഇതാ നിങ്ങളെ വിഴുങ്ങാൻ വരികയാണ്, നിങ്ങളെ സംസ്കരിച്ചു മാറ്റാൻ പോവുകയാണ്, നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ബിജെപി പരാജയപ്പെടണം. അതിനെന്ത് വേണം? നമ്മൾ സംഘടിക്കണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കൊടും ഭീകര പ്രസ്ഥാനം നിരന്തരമായി ഭാരതീയ സംസ്കൃതിയെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഒരു പുതിയ തലത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ ഇസ്ലാം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്കറിയാം. ആ സംഘടന വരച്ചുവെച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇവർ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് പറഞ്ഞത് സുരേന്ദ്രൻ ജയിക്കരുത്. അതിനെന്ത് വേണം? എല്ലാവരും ചേർന്ന് നിൽക്കണം. അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്ന ഒരു സ്ഥാനാർത്ഥി പിൻവലിച്ചു. ആരാണ് ആ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസം ആ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയാണ്. എന്തുകൊണ്ട്? സുരേന്ദ്രൻ പരാജയപ്പെട്ടു. എന്താ സുരേന്ദ്രൻ ചെയ്യുന്ന കുറ്റം? എന്താണ് സുരേന്ദ്രന്റെ പ്രസ്ഥാനം ചെയ്യുന്ന കുറ്റം? ഈ നാട്ടിലെ സകലമായ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും തുല്യ രീതിയിൽ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വികസനം, എല്ലാവർക്കും ഒപ്പം എന്നുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നൊരു അപരാധം മാത്രമാണ് നമ്മുടെ പാർട്ടി, നമ്മുടെ സ്ഥാനാർത്ഥികൾ, നമ്മുടെ നേതാക്കൾ ഈ നാടിന് വേണ്ടി ചെയ്യുന്നത്. എന്നിട്ടും വാദം പരാജയപ്പെടുത്തണം എന്നതാണ്. പക്ഷെ നാം അത് തീരുമാനിക്കണം. ആരൊക്കെ ഓടിയിട്ടാലും ആരൊക്കെ ആക്രോശിച്ചാലും ഈ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ ഇത്തവണ ഉജ്ജ്വലമായ വിജയം കൈവരിക്കാനുള്ള പടപ്പുറപ്പാടുമായി ഇതാ നിങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ടവരെ നാം സന്നദ്ധരാകണം. കരുത്തുറ്റ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ ഭാരത മാതാവിന് ജയകാരം മുഴക്കിക്കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, നമ്മുടെ സ്ഥാനാർത്ഥി ഈ കുത്തുപറമ്പിന്റെ മണ്ണിൽ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ ഗോപാലൻ പറമ്പത്ത് എന്ന് പറയുന്ന മൺമറഞ്ഞ സ്വർഗീയനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ പ്രിയപുത്രൻ, ഇന്ന് നമ്മുടെ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജസ്വലനായ നമ്മുടെ സ്ഥാനാർത്ഥി ഷിജിലാൽ, അഡ്വക്കേറ്റ് ഷിജിലാൽ ഈ കുത്തുപറമ്പ് മണ്ഡലത്തിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടണം. നാം തീരുമാനിക്കണം, നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. ഇവിടെ ഗുരുസന്നിധിയുടെ ഈ പവിത്രമായ മണ്ണിൽ, ഗുരുദേവന്റെ പവിത്ര സ്മരണകൾ തുടിക്കുന്ന ഈ മണ്ണിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, ഗുരുദേവ ദർശനങ്ങളുടെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന തരത്തിൽ നമ്മുടെ ദേശീയതയുടെ പുത്തൻ ഉണർവ് കരുത്ത് അത് നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ ഈ മണ്ണിൽ ഇതാ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഷിജിലാൽ ഈ മണ്ണിൽ ജയിച്ചു വരും എന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് കഴിയണം? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വികസിത ഭാരതത്തിന്റെ സാക്ഷാത്കാരത്തിന് വികസിത കേരളം എന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് നമ്മുടെ സംസ്ഥാനം സമീപ ഭാവിയിൽ ഒരു വൃദ്ധസദനമായി മാറാൻ പോവുകയാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇതേപോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചെന്നപ്പോ അവിടെ പങ്കെടുത്ത ഒരു BJP പ്രവർത്തകൻ പറയുകയാണ്, അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്ത് 400 വീടുകളുണ്ട്. ആ 400 വീടുകളിൽ 100 വീടുകളിലും പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ ഇവിടെ പോയി. കുറെ പേര് പഠിക്കാൻ പോയിരിക്കുന്നു, കുറെ പേര് ജോലി അന്വേഷിച്ച് വിദേശത്ത് പോയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യമില്ല. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ആവശ്യമായ വരുമാനം ലഭ്യമാകുന്ന നല്ല ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വരും തലമുറ കടൽ കടന്നു പോവുകയാണ്, ആകാശങ്ങൾ താണ്ടി പോവുകയാണ്. സ്നേഹമുള്ളവരെ, കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ പ്രസംഗങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പലരും
ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരായിരിക്കും. നമ്മൾ പ്രായം ചെല്ലുമ്പോ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരാൻ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കളില്ല, അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, അവർ വിദേശത്തേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, ധർമ്മട മണ്ഡലത്തിൽ ഒരു അദാലത്ത് ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അതിന് പരിഹാരം നേടാനുള്ള മാർഗങ്ങൾ ആരായാനും വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു അദാലത്ത്. ആ അദാലത്തിൽ വന്നു ചേർന്നവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? 4000-ലേറെ വരും. അവിടെ വന്നു ചേർന്ന ആളുകൾ എല്ലാവരും ചേർന്ന് സമർപ്പിച്ച പരാതികളുടെ എണ്ണം എത്രയെന്ന് അറിയാമോ? 3800-ലധികം വരും. എല്ലാം ഭദ്രമാണ്, കേരളം ഒന്നാണ്, നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞു, നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പൊള്ളയായ അവകാശവാദം ഉയർത്തിക്കൊണ്ട് നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 3800 പേർ പരാതിയുമായി വരുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ എന്ന് മനസ്സിലാക്കണം. പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, അപേക്ഷകൾ കുന്നുകൂടുന്നു. എല്ലാം പരിഹരിക്കപ്പെട്ടുവെങ്കിൽ എങ്ങനെയാണ് 3800 പേർ പരാതിയുമായി എത്തുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലും ഇതേപോലെയുള്ള പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. അവിടെയും വന്നു 4000-ഓളം ആളുകൾ പരാതിയുമായി. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ 4000 പേർ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 3800 പേർ പരാതിയുമായി പ്രവഹിക്കുന്നുണ്ടെങ്കിൽ നാം ഒന്നുറപ്പിക്കുക, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നമ്മൾ ഈ പരാതി അദാലത്തിൽ വെച്ചിരുന്നു എങ്കിൽ ലക്ഷക്കണക്കിന് പരാതികൾ നമ്മുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുമായിരുന്നു. ഇവരാണ് അവകാശപ്പെടുന്നത് എല്ലാം ഭദ്രമാണ്, എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു, ജനങ്ങൾ വികസന സ്വർഗത്തിലേക്ക് അങ്ങനെ ചുവടുവെച്ച് നടക്കുകയാണ്. സ്നേഹമുള്ളവരെ, കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാന വികസനത്തിന് വേണ്ടി അനുവദിക്കുന്നത്. 100 കണക്കിന് വ്യത്യസ്തമായ ക്ഷേമ പദ്ധതികൾ നമ്മുടെ സർക്കാർ, ഭാരത സർക്കാർ, വികസിത ഭാരതം എന്ന സങ്കല്പം നമുക്ക് പകർന്നു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മോദിജി, അദ്ദേഹത്തിന്റെ കരുണാകടാക്ഷമേറ്റുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളെന്ന് നാം മനസ്സിലാക്കുക. 6 വരി പാത പണിയാൻ 70,000 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നത്. നാം മറക്കരുത്. ആ 70,000 കോടി രൂപയിൽ സ്ഥലമെടുപ്പിന് വേണ്ടി വരുന്ന 25,000 കോടിയുടെ 20% 5,000 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം. എന്നിട്ട് അവകാശപ്പെടുന്നത് എന്താണ്? ഞങ്ങൾ റോഡുകൾ നന്നാക്കുന്നു, 6 വരി പാത പണിയുന്നു. നമ്മുടെ പ്രദേശത്ത് വീടുകളിൽ പൈപ്പിലൂടെ ഗ്യാസ് കണക്ഷൻ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. സിലിണ്ടർ താങ്ങി നടക്കേണ്ട, അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ഒരു നോമ്പ് ഓൺ ചെയ്താൽ നമ്മുടെ അടുത്തെരിയും. അങ്ങനെയുള്ള സംവിധാനം, അതിന്റെ പേരാണ് ഗെയിൽ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതി 13 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ നിന്നപ്പോൾ ചോദിച്ചു, മിസ്റ്റർ പിണറായി വിജയൻ, ഗെയിൽ പദ്ധതി എന്തായി? അപ്പോഴാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലായത്. മാത്രവുമല്ല, പിണറായി വിജയന്റെ അരുമ ശിഷ്യന്മാർ ഈ ഗെയിൽ പദ്ധതിക്കെതിരെ കിടപ്പു സമരം, നടപ്പു സമരം, ഇരിപ്പു സമരം ഇതെല്ലാം നടത്തിയ ആളുകളാണ്. ഗെയിൽ പദ്ധതി വന്നാൽ നമ്മുടെ ഈ പറമ്പ് ഒരു സ്ഫോടന കേന്ദ്രമായി മാറും എന്നതായിരുന്നു കാരണം. വിധ്വംസക ശക്തികളെല്ലാം ഈ സമരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഗെയിൽ പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും 13 വർഷം മുമ്പ് ഗുജറാത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാകുന്നില്ല. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു മോദിജിയുടെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലിന്റെ ഫലമായി. ഏതായാലും സമീപ ഭാവിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കളയിൽ ഗ്യാസ് പൈപ്പിലൂടെ വരാൻ പോവുകയാണ്. ജൽജീവൻ മിഷൻ നമുക്കറിയാം, ഭാരതത്തിൽ 144 കോടി ജനങ്ങളാണ് അനൌദ്യോഗികമായി കണക്കനുസരിച്ച് ജീവിക്കുന്നത്. ഈ ജനങ്ങൾക്ക് പകുതിയിലേറെ പേർക്കും ശുദ്ധജലം ലഭ്യമായിരുന്നില്ല. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 7 പതിറ്റാണ്ടുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടു. ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുക എന്ന ആക്രോശം നമ്മൾ കേട്ടു. ശ്രീമതി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ജനങ്ങൾക്ക് വ്യാമോഹം നൽകി ദാരിദ്ര്യം തുടച്ചു നീക്കാൻ പോവുകയാണ്. എന്തായിരുന്നു 2014 മുമ്പ് ഭാരതത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ആകെയുള്ള ജനസംഖ്യയുടെ 67% ആളുകൾ
ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക രേഖയാണ്. 3 നേരം പോകട്ടെ, ഒരു നേരമെങ്കിലും വയറ് നിറച്ച ആഹാരം കഴിക്കാൻ സാധിക്കുന്നതിനുള്ള നാടിനെ ദരിദ്ര രാജ്യം എന്ന് വിളിക്കില്ല. പക്ഷെ നമ്മുടെ നാടറിയപ്പെട്ടിരുന്നത് ദരിദ്ര രാജ്യം എന്നായിരുന്നു. കാരണം 67% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുകയാണ്. കലോറി ഇല്ലാതെ, ആരോഗ്യകരമായി ജീവിക്കാനുള്ള സാഹചര്യമില്ലാതെ, ആരോഗ്യപൂർണമായ സാഹചര്യത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാതെ പ്രാപ്തിയില്ലാതെ, ആവശ്യത്തിന് മരുന്ന് ലഭിക്കാതെ, നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ലാതെ, ആഹാരം കഴിക്കാനുള്ള ധാന്യങ്ങൾ ലഭിക്കാതെ, പച്ചക്കറികൾ ലഭിക്കാതെ കഷ്ടപ്പെട്ട് വളരുന്ന 67% ആളുകൾ. അതായിരുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മുടെ നാടിന്റെ ചിത്രം. എന്ത് സംഭവിച്ചു? 10 വർഷത്തെ സമർത്ഥമായ ഭരണത്തിന് കീഴിൽ നമ്മുടെ ഭാരതം ഉത്തരോത്തര ഐശ്വര്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ 25 കോടി വരുന്ന കുടുംബാംഗങ്ങളെ മുഴുവൻ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇത് നമ്മൾ പ്രചാരണത്തിന് വേണ്ടി നടത്തുന്ന പ്രചരണമല്ല. ലോക സാമ്പത്തിക ഏജൻസികൾ അന്വേഷണത്തിലൂടെ, ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ സത്യമാണ് ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടത്. 10 വർഷത്തിനിടയിൽ 25 കോടി ആളുകളെ ദാരിദ്ര്യമുക്തമാക്കാൻ സാധിച്ച ഒരു ഭരണകൂടം, അതാണ് മോദി ഭരണകൂടം എന്നീ ലോകം തിരിച്ചറിഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കാനുള്ള മോഹം മനസ്സിൽ ഒതുക്കി കഴിയുന്ന കോടാനുകോടി ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ജലം എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതി ജൽജീവൻ മിഷൻ നമ്മുടെ നാട്ടിൽ സമർത്ഥമായി വിജയപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ സംതൃപ്തരാണ്. എല്ലാ ആഴ്ചയിലും സൗജന്യ റേഷൻ മേടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ 80 കോടി ആളുകളാണെന്ന് നാം മനസ്സിലാക്കണം. ഇത് 2014 ശേഷമുള്ള സാഹചര്യമാണ്. 80 കോടി ആളുകൾ നമ്മുടെ നാട്ടിൽ സൗജന്യ റേഷൻ. ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റ് എന്ന പേരിൽ സഞ്ചിയിലാക്കി, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സഞ്ചിയിലാക്കി. ആ സഞ്ചിയുടെ വാങ്ങലിലും അഴിമതി നടത്തി എന്നാണ് വെളിപ്പെട്ടു വന്നത്. കോവിഡ് കാലത്ത് നമ്മുടെ സഹോദരികളെ സഹായിക്കാൻ വേണ്ട ഉപകരണങ്ങൾ, മരുന്നുകൾ വാങ്ങുന്നതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത് നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് സൗജന്യമായ കിറ്റ് വിതരണം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ അത് നൽകാനുള്ള സഞ്ചി വാങ്ങുന്ന കാര്യത്തിൽ പോലും അഴിമതി നടത്തി നമ്മുടെ ഫണ്ട് വെട്ടിക്കുന്ന ആളുകളാണ് കേരളം ഭരിക്കുന്നത് എന്ന് നമ്മളുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ നാടിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിച്ചുകൊണ്ട് നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ, സ്നേഹമുള്ളവരെ, നാം ഇങ്ങനെ എപ്പോഴും അയ്യോ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളിങ്ങനെ അധോഗതിയിലാണ് എന്ന് പറയുന്നവരായി കഴിയേണ്ടതുണ്ടോ? ഒരു മണ്ഡലത്തിൽ പരാതി പരിഹാര അദാലത്ത് വയ്ക്കുമ്പോൾ 4000 ആളുകൾ, അങ്ങനെയാണെങ്കിൽ മുഴുവൻ നമ്മുടെ കേരളത്തിലും അദാലത്ത് വെച്ചാൽ എത്ര ലക്ഷങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ള നാടിനെ കുറിച്ചാണ് നമ്പർ 1 എന്ന് പറയുന്നത്. എന്തിനാണ് നിങ്ങളുടെ ശ്രദ്ധ ധൂർത്തടിക്കുകയാണ്? കേന്ദ്രം നൽകുന്ന ക്ഷേമ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം അനുവദിക്കുന്ന കോടാനുകോടികൾ വകമാറ്റി ചെലവഴിച്ച് ധൂർത്തടിച്ച് തീർക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നാം ഓർക്കണം, വലിയ മാമാങ്കം നടത്തുന്നു, മുഖ്യമന്ത്രിമാരും നാളെ സഞ്ചരിക്കുന്നു, കോടികൾ ചെലവഴിക്കുന്നു. നമ്മുടെ ലോക കേരള സമ്മേളനം നടത്തുന്നു, കട്ടില് വാങ്ങാൻ പോലും ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. നടത്താത്ത ഭജനയുടെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുക്കുന്നു. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കാറ് വർഷത്തിൽ 3 തവണയാണ് പുതിയതായി വാങ്ങുന്നത്. കുളിക്കാൻ കുളമുണ്ടാക്കുന്നു, നടക്കാൻ നടപ്പാതെ ഉണ്ടാക്കുന്നു. നമ്മുടെ ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അർഹമായ ആനുകൂല്യം പോലും നമ്മൾ കണ്ടതാണല്ലോ. ആശാവർക്കന്മാർ 1 വർഷത്തോളമാണ് അനന്തപുരിയുടെ തിരുവീതിയിൽ ഞങ്ങൾക്ക് അല്പം ആഹാരം തരൂ, ഞങ്ങൾക്ക് അല്പം സാന്ത്വനമേകൂ എന്ന അഭ്യർത്ഥനയുമായി സമരം തെളിഞ്ഞിരുന്നത്. 1 വർഷക്കാലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ ചെറിയൊരു വർധനവ് ഉണ്ടാക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷെ അവർക്ക് കൊടുത്തില്ല. അവരെ അഭിസാരികളെന്ന് വിളിച്ചു, അവരെ ശബിലമുടക്കികളെന്ന് വിശേഷിപ്പിച്ചു. നോക്കൂ, നമ്മുടെ തൊട്ടടുത്ത് മാഹിയിൽ, ഞാൻ ഇന്നലെ അവിടെ പോയി, മാഹിയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ്, മാഹിയിൽ ആശാവർക്കർമാർക്ക് 18,000 രൂപയാണ് പ്രതിമാസം പോണ്ടിച്ചേരി സർക്കാർ, NDA സർക്കാർ, രംഗസ്വാമി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സാന്ത്വനം എത്തിച്ചേരുന്നു നമ്മുടെ സഹോദരിമാരുടെ കണ്ണീരൊപ്പം
അവർക്കെല്ലാം ആശ്വാസം നൽകാൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. PSC പരീക്ഷ എഴുതും പലരും. സർക്കാർ ജോലി സ്വപ്നം കണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പരീക്ഷ എഴുതും. പക്ഷെ നിയമനം മുഴുവൻ പിൻവാതിലിലൂടെ നടക്കുകയാണ്. പാർട്ടി നേതാക്കന്മാരുടെ വിധേയന്മാരായ ആളുകൾ, അവരുടെ സ്വന്തക്കാർ, അവർക്ക് വേണ്ടപ്പെട്ടവർ, അവരെ പിൻവാതിലിലൂടെ നിയമിച്ച് നമ്മുടെ യുവാക്കളുടെ ആശയവും ആത്മവിശ്വാസവും തകർത്തെറിയുന്ന തരത്തിലേക്കാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്. നമുക്കെല്ലാം അറിയാമല്ലോ, ശബരിമലയിൽ നമ്മൾ ചെല്ലുമ്പോൾ നാം സമർപ്പിക്കുന്ന വഴിപാട്, നാം സമർപ്പിക്കുന്ന ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ ധനം, ആ ധനം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൂശുന്നത്, ശ്രീകോവിലിന്റെ വാതിലുകൾ സ്വർണ്ണ പാളികൾ കൊണ്ട് പൊതിയുന്നത്. ഭഗവാന്റെ തിരുമുറ്റത്ത് ജനങ്ങൾക്ക് ഭക്തിപൂർവ്വം കൈകൂപ്പി നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഹൃദയപൂർവ്വം മന്ത്രമുച്ചരിച്ച് നാം സമർപ്പിക്കുന്ന നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നാം നേടിയെടുക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് അങ്ങനെ സമർപ്പിക്കപ്പെട്ട ധനത്തിലൂടെ നമ്മുടെ ശബരിമലയെ മോടി പിടിപ്പിക്കാൻ വേണ്ടി സ്വർണ്ണപ്പാടി കൊണ്ടുവന്ന് പതിച്ചവർ രാമാനും ആ സ്വർണ്ണപ്പാടി കട്ടെടുത്ത് കൊണ്ടുപോയി വിൽക്കുകയാണ്. ഇന്നലെ ഒരു സ്ഥിരം ഭാവി പ്രധാനമന്ത്രിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും ജീൻസ് പാന്റിന്റെ പോക്കറ്റിൽ കൈവിട്ട് അങ്ങനെ നടക്കുന്ന ആ ചെറുപ്പക്കാരനായ വൃദ്ധൻ, അല്ലെങ്കിൽ വൃദ്ധനായ ചെറുപ്പക്കാരൻ, അദ്ദേഹം പറയാണ്, കേരളത്തിൽ BJP ശബരിമലയെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടുന്നില്ല. BJPയും CPM-ഉം ഡീലാണ്, ഡീൽ. ഈ ഡീലിന്റെ രസം അറിയുമ്പോഴാണ് നാം നോക്കേണ്ടത്. കേരളത്തോടൊപ്പം മറ്റു 4 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിലും സ്നേഹമുള്ളവരെ നമ്മളെല്ലാം അറിയും. ഈ പറയുന്ന അരിവാചുറ്റിയ നക്ഷത്രവും കൈപ്പത്തിയും മുസ്ലിം ലീഗിന്റെ കോടിയും ഏഴി SDPI-ക്കാരന്റെ വോട്ടും ചേർത്തുകൊണ്ടാണ് നമുക്കെതിരെ ഇവർ പടയേറി തീർക്കുന്നത്. BJP-യെ ഭാരതത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്നാണ് ഈ മൂഢന്മാരുടെ സ്വപ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വപ്നത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ തലകുത്തി മറിഞ്ഞാലും സാധിക്കില്ല എന്നറിഞ്ഞിട്ട് പോലും അതിനുവേണ്ടി തട്ടിക്കൂട്ട് സംവിധാനം ഉണ്ടാക്കും. അതിന്റെ പേരാണ് ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യത്തിലാണ് ഈ പറയുന്ന 4 സംസ്ഥാനങ്ങളിലെയും ഈ 2 കൂട്ടരും ഇപ്പോൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയും മുസ്ലിം ലീഗും, മറുഭാഗത്ത് മത്സരിക്കുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയും എല്ലാം തന്നെ കേരളത്തിന്റെ അതിരുകൾ വിട്ടുകഴിഞ്ഞാൽ പരസ്പരം കൈകോർത്തുകൊണ്ട്, ചുമലിൽ കൈകൾ വെച്ചുകൊണ്ട്, പരസ്പരം മാറിപ്പുറത്തുകൊണ്ട് ജനങ്ങളെ സമീപിക്കുകയാണ്. ഈ നാടിന്റെ ദേശീയതയെ തകർക്കാൻ, ഈ നാടിന്റെ ദേശീയ സംസ്കാരത്തെ തകർക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ആത്മബോധം നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ നേതാവ് വന്നിട്ട് പറയാണ്, ഇവിടെ CPM-ഉം കോൺഗ്രസും ഡീലാണ്, CPM-ഉം BJP-യും ഡീലാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ പട്ടാപ്പകൽ പോലും കഠാരവിളിയിൽ അവസാനിപ്പിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന് നേരെ ദംഷ്ട്രകൾ നീട്ടി കൊലവിളിയോടെ പാഞ്ഞെടുത്ത ആളുകളുമായി നാം ഡീലിലേർപ്പെടുന്നു എന്നുള്ള അബദ്ധജടിലമായ വസ്തുതാവിരുദ്ധമായ പ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുകയാണ്. അവർ പറയുന്നത് ശബരിമലയെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നാണ്. ശബരിമലയെ കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ പാനൂരിന്റെ മണ്ണിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് നാം നടത്തിയ ഉജ്ജ്വലമായ ജനമുന്നേറ്റത്തിന്റെ സ്മരണകൾ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ശബരിമലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ നിലമ്പുകളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ പവിത്രതയോടെ ഈ പുണ്യസങ്കേതത്തെ കാത്തു രക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ് നമ്മൾ. കേരളത്തിലും ആത്മാർത്ഥമായി ഉറക്കെ ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ ഡീലിൽ ഏർപ്പെടുന്നു എന്നാണ്. പോറ്റിയെ കെറ്റിയ പാട്ടൊക്കെ പാടി രാഹുൽ. പക്ഷെ ഈ പോറ്റി ഇവിടെ സ്വർണ്ണപ്പാടി കവർന്നെടുത്തതിന് ശേഷം ചെന്നത് ഡൽഹിയിലെ നമ്പർ 10 ജൻപഥിലുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പൊ 2 കൂട്ടരും, ഒരു കൂട്ടർ കക്കാനാണ് മത്സരിക്കുന്നതെങ്കിൽ മറ്റേ കൂട്ടർ കട്ട മുതൽ വിൽക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കക്കുന്നവരും കട്ട മുതൽ വിൽക്കുന്നവരും ചേർന്ന് നമ്മളെ നോക്കി കൊഞ്ഞനെ കുത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ കരുതലോടെ ഇരിക്കണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ വികസിത ഭാരതം എന്ന സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യം സാക്ഷാത്കരിക്കാൻ വികസിത കേരളം എന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. വികസിത കണ്ണൂർ, വികസിത കൂത്തുപറമ്പ് എന്നതിലേക്ക്
നമുക്ക് എത്താൻ കഴിയണം. നമ്മുടെ ഭാവി തലമുറയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. തലമുറകൾക്ക് വേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്നതാണ് ചോദ്യം. ഒരുപക്ഷെ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ അവർ വളർന്ന് വരുമ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിച്ചേക്കും, എനിക്ക് വേണ്ടി എന്റെ മാതാപിതാക്കൾ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഒരു പാപഭാരം പേറാനിട വരാത്ത തരത്തിൽ നാം ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ പഠിക്കണം, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ജോലി വേണം, അവർ നമ്മോടൊപ്പം തന്നെ കഴിയണം. അതാണ് വികസിത കേരളം. ആ വികസിത കേരളം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ആളുകൾ രണ്ടു കൂട്ടരും ചെപ്പടാച്ചുകൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ച് നിരന്തരമായി നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി മാറാത്തതെല്ലാം മാറണം, മാറാത്തത് നമ്മൾ മാറ്റും എന്ന പ്രതിജ്ഞയോടെ നമ്മുടെ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ നാം വിജയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഇനി ദിവസങ്ങളെ കുറിച്ച് നമ്മൾ എഴുതുന്നില്ല. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ, നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ. ജനങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് നാം ചെല്ലണം. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അഭിമാന ചിഹ്നം താമര അവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിചയപ്പെടുത്തണം, വോട്ട് അഭ്യർത്ഥിക്കണം. തീർച്ചയായും ഈ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന് നമ്മുടെ നാട്ടുകാർ നമ്മോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആത്മനിർഭര ഭാരതം, നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവിനെ ഉണർത്തിക്കൊണ്ട് ഓരോ പ്രദേശത്തെയും വികസിത സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ സ്നേഹമുള്ളവരെ, ഇതുവരെ നാം സ്വീകരിച്ച വഴിയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുവരെ നാം പിന്തുടർന്നു പോന്ന വഴികളെല്ലാം തന്നെ കാപട്യത്തിന്റെ, വഞ്ചനയുടെ, ചതിയുടെ വഴികളായിരുന്നു. ഇനി സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നേരിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഹരിത കുങ്കുമ പതാക ഉയർത്തിപ്പിടിച്ച്, താമരാങ്കിതമായ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരന്മാർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു, മാറാത്തത് മാറും, ഞങ്ങൾ മാറ്റും. ആ മാറ്റത്തോടൊപ്പം സഞ്ചരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അഹമഹമിഹയ ഹൃദയപൂർവ്വം അണിനിരക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിജിലാലിന് താമര ചിഹ്നത്തിൽ നിങ്ങളുടെ ഐശ്വര്യപൂർണമായ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളാക്കി മാറ്റാൻ ഇനിയുള്ള നാളുകൾ സന്നദ്ധമാകണം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരായ സഹോദരങ്ങൾ എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നന്മ നേരുന്നു. ഇവിടെ ഈ മണ്ണിൽ വെച്ച് ഉറക്കെ നമുക്ക് പാടാൻ കഴിയണം, വന്ദേ മാതരം.